ഗർഭസ്ഥ ശിശുവിനെ വയറിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്ന ഒരു സിനിമ. ആ സിനിമയെ സംബന്ധിച്ച് യൂട്യൂബേഴ്സ് നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ പറയുന്നത് മാസീവ് എന്റർടൈനർ എന്നാണ്. ഗർഭസ്ഥ ശിശുവിനെ വയറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊന്നുകളയുന്ന സിനിമയും ആ കൃത്യത്തിന് നേതൃത്വം നൽകുന്ന ചലച്ചിത്ര നടനെയും എങ്ങനെയാണ് മാസീവ് എന്റർടൈനർ എന്ന് പറയുന്നത് പുകഴ്ത്താൻ നമുക്കുള്ള മനസ്സ്? ആ മനസ്സ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നു. ആ വൈകൃത പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലല്ലോ. ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ ലഹരിയും ലഹരിയെ തുടർന്നുള്ള അക്രമ സംഭവങ്ങൾ, ഈ അക്രമ സംഭവങ്ങൾക്കൊക്കെ വഴിമരുന്നിട്ടത് എങ്ങനെയാണ്? കഴിഞ്ഞ ഏതാണ്ട് 10 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലമായി കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയധികം ലഹരി, അതിനെ പിടിച്ചു കെട്ടാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിന്റെ പരാജയമാണ് അത് എന്നല്ലാതെ നമുക്ക് വേറെ എന്താണ് പറയാൻ സാധിക്കുന്നത്? ലഹരി വരുന്ന വഴികൾ മറ്റേതെങ്കിലും പ്രദേശത്ത് നിന്ന് ആണെങ്കിൽ പോലും അത് കൃത്യമായി തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത പോലീസും എക്സൈസ് വകുപ്പുമാണ് കേരളത്തിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ മുഖ്യമായ പ്രതി എന്ന് പറയുന്നത് ഭരണകൂടവും ഈ പറയുന്ന പോലീസും എക്സൈസും തന്നെയല്ലേ? 100% സ്കൂളുകളിൽ വ്യാപകമായി ലഹരി വ്യാപിക്കുന്നു. സ്കൂളുകളിന്റെ പരിസരത്ത് ഈ ലഹരിയുമായി ആളുകൾ കറങ്ങി നടക്കുന്നു. അത് പിടികൂടാൻ സാധിക്കാത്തത് നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ടാണോ? അല്ലെങ്കിൽ ഈ ലഹരി ഇങ്ങനെ വ്യാപിക്കുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? അപ്പോൾ ഭരണകൂടത്തിന്റെ പരാജയമാണ് ഇത്രയധികം ലഹരി വ്യാപനം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ വിധി നിർണയിക്കുന്നത്. നേരുന്നു ശുഭദിനം.